എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകൾ പൊതുവെ പറയാറുള്ള 7 കള്ളങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പുരുഷന്മാർ പറയുന്ന കള്ളങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇതൊന്നും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ടും മറക്കരുത്. ഒന്നാമതായിട്ട് പലപ്പോഴും പല സ്ത്രീകളും പറയുന്ന ഒരു പച്ചക്കള്ളമാണ് ഐ ആം വെരി കംഫർട്ടബിൾ ഇൻ ദിസ് പർട്ടിക്കുലർ ഡ്രസ്. ഞാൻ ഈ ഒരു വസ്ത്രത്തിൽ വളരെയധികം കംഫർട്ടബിൾ ആണ് എന്നുള്ളത്. അവർ പലതരത്തിലുള്ള ഫാഷൻ ഡ്രസ്സുമൊക്കെ ധരിച്ചുകൊണ്ട് പല പൊതുവേദികളിൽ പോലും വരാറുണ്ട്. അല്ലെങ്കിൽ അവരിടുന്ന ഡ്രസ്സുകൾ പലപ്പോഴും വളരെയധികം എക്സ്പോസിങ് ആയിരിക്കും, അല്ലെ എങ്ങും എത്താത്ത ചില ഡ്രസ്സുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടാണ് അവർ പറയുന്നത് ഞാനിതിൽ വളരെയധികം കംഫർട്ടബിളാണ്. അപ്പോൾ പലരും അതിൽ അത്ര വലിയ കംഫർട്ടബിൾ ഒന്നും അല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിട്ട് കഴിയുമ്പോൾ അവർ അവിടെ ഇവിടെയൊക്കെ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. വല്ലാത്ത വ്യഗ്രതയാണ്, ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നൊക്കെ അവർ തന്നെ വളരെയധികം ഇൻസെക്യൂരിറ്റി അനുഭവിച്ചുകൊണ്ട് നോക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ കണ്ണുകളിൽ തന്നെ ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളെപ്പറ്റി മോശമായി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ചിന്താഗതിയൊക്കെ അവരുടെ മുഖത്തുനിന്ന് തന്നെ വ്യക്തമാണ്. എങ്കിലും അവർ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഭാവിച്ചുകൊണ്ട് പറയും, എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാണ്. ഒരു കള്ളം എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇതൊക്കെ ഒരു കള്ളമായിട്ട് പറയുന്നത്, അല്ലാതെ ഇത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല. ഇനി രണ്ടാമതായിട്ട് സ്ത്രീകൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന ചില വസ്തുക്കളുടെ സാധനങ്ങളുടെ വില ഒന്നുകിൽ അവരത് കൂട്ടിപ്പറയും, അല്ലെങ്കിൽ അതവർ കുറച്ച് പറയുമെന്നുള്ളതാണ്. കൂട്ടിപ്പറയുന്നത് മിക്കപ്പോഴും തങ്ങളുടെ അയൽക്കാരോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ അല്ലെങ്കിൽ തങ്ങളുമായിട്ട് അത്ര ബന്ധമില്ലാത്ത പുറത്തുള്ള ആളുകളോടൊക്കെ ആയിരിക്കും ഇങ്ങനെ വില ഒരുപാട് കൂട്ടിപ്പറയുന്നത്. ഇനി വില ഒരുപാട് കുറച്ച് പറയുന്നത് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആളുകളോടൊക്കെ തന്നെ ആയിരിക്കും, സ്വന്തം ഫാമിലി മെമ്പേഴ്സിനോടായിരിക്കും. ഉദാഹരണത്തിന് ഒരു സ്ത്രീ ഒരു ഉടുപ്പ് വാങ്ങിച്ചെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ചോദിക്കുകയാണ്, മോളെ ഇതിന് എത്ര വിലയായി എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ ഒരു 3000 രൂപ വിലയായെങ്കിൽ ഉടനെ അവൾ പറയും, അയ്യോ ചേട്ടാ ഇതിന് 500 രൂപയായുള്ളൂ, എനിക്കൊരു ഓഫർ കിട്ടിയതാണെന്ന് പറയും. എന്നാൽ അയൽവക്കത്തെ ഒരു ചേച്ചിയാണ് ഈ ഉടുപ്പിന് എത്ര വിലയായതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അതിന് 3000 ആണെങ്കിൽ അവൾ പറയും ഇതിനൊരു 5000 രൂപയായെന്ന് പറയും. എൻ്റെ വൈഫിൻ്റെ കാര്യം എടുത്താലും ഈ ഒരു കാര്യം സത്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അവൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വില ചോദിക്കുമ്പോൾ അവൾ ആ ശരിക്കിനുമുള്ള വിലയെ കഴിഞ്ഞും ഒരു 5-1 കുറവേ അവൾ പറയത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി മൂന്നാമായിട്ട് പല സ്ത്രീകളും താൻ സ്നേഹിക്കുന്ന പുരുഷനോട് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അന്യ സ്ത്രീകളെ നോക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് എനിക്കൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഓഫീസിൽ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പല സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപഴകുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് കൂട്ടുകാരികളുണ്ടായിരിക്കാം, അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ മറ്റ് സ്ത്രീകളെപ്പോലെ ഒന്നുമല്ല, എനിക്ക് വലിയ അസൂയൊന്നുമില്ല, അവരെ നിങ്ങൾ കെയർ ചെയ്യുന്നതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല എന്നൊക്കെ സ്ത്രീകൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതും ആക്ച്വലി ഒരു നുണ തന്നെയാണ്. കാരണം അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു വേദന ആ കാര്യത്തിലുണ്ട്. അതായത് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന പുരുഷൻ മറ്റ് പെൺകുട്ടികളോട് മിണ്ടുന്ന കാണുമ്പോൾ തന്നെ ഇവർക്കൊരു അസൂയ വരുന്നുണ്ട്. അതുപോലെ എന്നെക്കഴിഞ്ഞും കൂടുതൽ ഇവരാണോ കാണാൻ കൊള്ളാവുന്നത്, അല്ലെങ്കിൽ എന്നെക്കഴിഞ്ഞും കൂടുതൽ ഇഷ്ടം ഇവരോടുണ്ടോ, അപ്പം ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ബെസ്റ്റ് ആവുകയാണോ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്നെക്കഴിഞ്ഞും കൂടുതൽ പ്രയോറിറ്റി അവർക്കാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്നെക്കഴിഞ്ഞും കൂടുതൽ അവരെ കെയർ ചെയ്യുന്നുണ്ടോ, അപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ എനിക്ക് ഇദ്ദേഹത്തെ നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഇവരുടെ മനസ്സിൽ വരികയും അവർ വളരെയധികം കംഫർട്ടബിൾ അല്ലാതെ ആവുകയും ചെയ്യുന്നുണ്ട്. അവർക്കത് വല്ലാത്ത അസ്വസ്ഥത ജനിപ്പിക്കുന്നുണ്ട്. താൻ സ്നേഹിക്കുന്ന പുരുഷനല്ലേ ഭർത്താവ് മറ്റ് പെൺകുട്ടികളോടൊക്കെ ഇടപഴകുന്നത് കാണുമ്പോൾ ഒരു വലിയ അസ്വസ്ഥത അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചിട്ട് അവർ പറയുകയാണ്, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു അസൂയയില്ല എന്നൊക്കെ. ഇനി ചില ഭാര്യമാരാണെങ്കിൽ ഭർത്താവിനെ പരീക്ഷിക്കാൻ കൂടി ആ രീതിയിൽ പറയാറുണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ അവരെക്കുറിച്ച് വായി നോക്കുമോ, കമൻറ്റ് പറയോ, എന്ത് വേണേൽ ചെയ്തോ. അപ്പോൾ ഇത് കേട്ട് ഭർത്താവ് വളരെ സന്തോഷത്തോടുകൂടി ഭാര്യയോട് മറ്റ് പെൺകുട്ടികളെക്കുറിച്ച് ഇങ്ങനെ കമൻറ്റ് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ അവളപ്പോൾ കേൾക്കും, എൻജോയ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ അനന്തരഫലം ഈ ഭർത്താവ് തന്നെ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കുത്തുവാക്കുകളായിരിക്കും മുഴുവനും വരുന്നത്. പിന്നെ മുഴുവൻ കുറ്റപ്പെടുത്തലും വഴക്കും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായും കാണാറുണ്ട്. ഇനി നാലാമത്തെ ഐ ആം നോട്ട് വറീഡ് അബൌട്ട് മൈ ലുക്സ്. അപ്പോൾ എന്നെ കാണാൻ എങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വേവലാതിയില്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ സ്ത്രീകൾ പറയുമെങ്കിലും അവരേറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത് അവരുടെ ലുക്കിനെ കുറിച്ച് തന്നെയാണ്. എപ്പോഴും അവർ പറയായിക്കൊണ്ടിരിക്കുക, എൻ്റെ ലുക്ക് ഞാൻ ഓക്കെ ആണോ, എല്ലാവരുടെ മുമ്പിൽ നല്ല ഗ്ലാമറാണോ, എന്നെ കാണാൻ കൊള്ളാമോ, ഇതൊക്കെ എപ്പോഴും ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിനിറ്റിന് വെച്ച് അവർ ചിലവരെ മിക്ക സ്ത്രീകളും ഇപ്പോൾ കയ്യിൽ ലിപ്സ്റ്റിക്കൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ബാഗിൽ അവരുടെ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് അവരൊന്ന് ടച്ചപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുഖത്തിടുന്ന പൗഡറൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് അവർ ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ലുക്ക് എപ്പോഴും അവർ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് ഇടയ്ക്ക് ഒരു ടോയ്ലറ്റിലൊക്കെ പോയി അവിടെ മിറർ ഉണ്ടെങ്കിൽ അതിലൊക്കെ നോക്കാറുണ്ട്. അപ്പം ഇവരെപ്പോഴും
അവരെപ്പോഴും തന്നെ തങ്ങളുടെ ആ ഒരു ലുക്സിനെ കുറിച്ച് അസ്വസ്ഥരാണെന്നുള്ളതാണ്. അപ്പം അത് തന്നെയല്ല, എപ്പോഴും അവർ മൊബൈൽ ഫോൺസിലും ആ രീതിയിൽ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒരു സെൽഫി എടുക്കുമ്പോഴായിക്കോട്ടെ, വീഡിയോ എടുക്കുമ്പോഴായിക്കോട്ടെ, എല്ലാം എന്നെ അതിൽ കാണാൻ എങ്ങനെയായിരിക്കും, മോശമായി വരുമോ, ആ ഒരു വറി അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലുക്സിനെ കുറിച്ച് അവർ ഭയങ്കരധികം ബോധേഡാണ്. ഇനി അഞ്ചാമതായിട്ട് പല സ്ത്രീകളും നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയുന്ന ഒരു കള്ളമാണ്, അയ്യോ ഇന്ന് എനിക്ക് തീരെ വയ്യ, ഇന്ന് എനിക്കൊരു സുഖമില്ല. പലപ്പോഴും ഭർത്താവ് ബെഡ്റൂമിലൊക്കെ വെച്ച് ഒരു സ്നേഹപ്രകടനത്തിന് വരുമ്പോൾ ഭാര്യമാർ പറയുന്ന ഒരു എക്സ്ക്യൂസാണ്, അയ്യോ ഇന്ന് എനിക്കതൊന്നും പറ്റത്തില്ല, ഇന്ന് എനിക്ക് ഫ്രീ തരണം, ഇന്ന് എന്നെ വെറുതെ വിടണം, എനിക്കിന്ന് വയ്യ എന്നുള്ള രീതി. പലപ്പോഴും ആ വയ്യായ്മ അവരുടെ താല്പര്യമില്ലായ്മ അറിയിക്കും. അവർക്കന്ന് യാതൊരു മൂഡില്ല, അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് അവർ ഭർത്താവിനോട് അങ്ങനെ നേരിട്ട് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണമല്ലോ. അതുകൊണ്ട് പല സ്ത്രീകൾക്കും എല്ലാ ദിവസവും തന്നെ തലവേദനയാണ്, അല്ലെങ്കിൽ നടുവേദനയാണെന്നുള്ളതാണ്. ഇനി ആറാമായിട്ട് സ്ത്രീകൾ പലപ്പോഴും പറയുന്ന നുണകൾ തങ്ങളുടെ ശരീരവുമായിട്ടും പ്രായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ പ്രായം എത്രയായെന്ന് ചോദിച്ചാൽ അവർ എപ്പോഴും അത് കുറച്ചേ പറയത്തുള്ളൂ. ഇപ്പോൾ ഒരു 45 വയസ്സായെങ്കിൽ അവരതൊരു 35 വയസ്സ് എന്നൊക്കെയോ പറയത്തുള്ളൂ. കാരണം അവർക്ക് അതിൻ്റെ പ്രായം കൂടുന്തോറും ആ ഒരു പ്രായം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പുറത്ത് മറ്റുള്ളവർ അറിയുന്നതിൽ അവർക്കൊരു സങ്കടം തോന്നും. അപ്പോൾ എപ്പോഴും ആ യങ്ങായി തന്നെ എന്നെ എല്ലാവരും കാണണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് പ്രായം കുറച്ച് പറയാനാണ് എപ്പോഴും സാധ്യത. ഇനി മറ്റൊന്ന് വെയിറ്റിൻ്റെ കാര്യമാണ്. വെയിറ്റും അവർ കുറച്ചേ പറയത്തുള്ളൂ. കാരണം കുറഞ്ഞിരിക്കുന്നതാണ് ഒരു ബ്യൂട്ടി സങ്കല്പത്തിനും അതുപോലെ തന്നെ ഒരു ആരോഗ്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് നമ്മൾ കാണും. അതുപോലെ തന്നെ അവരുടെ ഹെയർ കളർ, അത് ഇനിയിപ്പോൾ നരച്ചിട്ടുണ്ടെങ്കിലും അവർ നരച്ചത് കൊണ്ടാണ് അത് ഡൈ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റ് കളറുകൾ ചെയ്തിരിക്കുകയാണെങ്കിൽ അവർ പറയും, ഓ നരച്ചിട്ടൊന്നുമില്ല, ഞാൻ മറ്റൊരു കളർ അങ്ങ് ഇട്ടതേ ഉള്ളൂ, ഒരു ബ്യൂട്ടിക്ക് വേണ്ടി അങ്ങനെ ഇട്ടതേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊന്നും മോശമുള്ള ഒരു കാര്യമായിട്ട് പറയുന്നതല്ല, മറിച്ച് അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങളിൽ നുണ പറയുന്നു. ഇനി ഏഴാമായിട്ട് സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ റെഡിയല്ല, അല്ലെങ്കിൽ എനിക്ക് സിംഗിളായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത് സത്യത്തിൽ അങ്ങനെയല്ല യാഥാർത്ഥ്യം. സത്യത്തിൽ അവർക്ക് നിങ്ങളെ താല്പര്യമില്ലാത്ത ഒരു പുരുഷൻ പ്രപ്പോസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് അവനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സമയത്ത് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് നേരിട്ട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ വളഞ്ഞ വഴിക്ക് പറയുന്നതാണ്. അപ്പോൾ അതൊരു നുണയാണ്. അവർക്ക് സിംഗിളായിട്ടിരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോഴും അവർ ചിലപ്പം ആ സ്നേഹിക്കുന്ന പുരുഷനോട് പറയുന്നത് എങ്ങനെയായിരിക്കും, അല്ലടാ നിന്നെ കല്യാണം കഴിച്ചില്ല, ഞാൻ ഇനി വേറെ കല്യാണം ഒന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല, അതൊന്നും എൻ്റെ മനസ്സിലില്ല എന്നായിരിക്കും അവർ പറയുക. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളും ഒരു ഫണ്ണായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ചൊക്കെ സത്യമാണ്, കുറച്ചൊക്കെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത്ര സത്യവുമല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.